വിഷ്ണുമായ ആസ്ട്രോളജിക്കൽ സർവീസസിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന മകയിരം നക്ഷത്രത്തിൻ്റെ ഒരു വർഷത്തെ വിഷുഫലമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ വർഷം. ഗുണഫലം കുറവായിരിക്കും, ദോഷഫലമായിരിക്കും കൂടുതൽ വരാൻ സാധ്യത. നിലവിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അതായത് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രതിബന്ധങ്ങളോ വലിയ ഫാക്ടറികളൊക്കെ നടത്തുന്നവർക്കൊക്കെയാണ് എന്തെങ്കിലും തൊഴിൽ തർക്കങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ വരാം. അധിക ചെലവ് വരാം. ചിലപ്പോൾ ലോക്ക്ഡൗൺ മറ്റേന്തെങ്കിലും അടച്ചിടലുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വരാം. ഇങ്ങനെയുള്ള ആ രീതിയിൽ കൂടുതൽ പണം അധിക ചെലവായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട്. സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് സർക്കാർ ജോലി കിട്ടാം. വിവാഹം നടക്കും. അതുപോലെ തന്നെ നൂതന ഗൃഹനിർമ്മാണം, പഴയ വീടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീട് നിർമ്മിക്കാൻ, അല്ലെങ്കിൽ പുതിയ സ്ഥലമൊക്കെ മേടിച്ചിട്ട് പുതിയ വീടൊക്കെ വയ്ക്കാനുള്ള യോഗമുണ്ട്. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊക്കെ നടക്കാം. കൂടുതൽ ശ്രമം വേണ്ടി വരുന്നു മാത്രം. പെട്ടെന്ന് നടക്കില്ല, കാര്യമായിട്ട് ശ്രമിക്കണം. ശ്രമിച്ചാൽ നടക്കും. അതുപോലെ തന്നെ ചെറുകിട സംരംഭങ്ങൾ, സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സാമാന്യം തൃപ്തികരമായിട്ടുള്ള ഒരു അതിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ കിട്ടാം. അതിനൊന്നും പ്രയാസമില്ല. പക്ഷേ കൃഷിക്കാർക്ക് താരതമ്യേന ദോഷകാലമായിരിക്കും. ചിലപ്പോൾ കൃഷിനാശം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാൻ സാധ്യത ഇല്ല. അതുപോലെ ആരോഗ്യം സാമാന്യേന തൃപ്തികരമായിരിക്കും. പക്ഷേ ഇവരുടെ തൃപ്തികരമാണെങ്കിലും നിരന്തരമായിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ ഇവർക്ക് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്ന് ഭവിക്കാം. ചിലപ്പോൾ ആശുപത്രി വാസം വേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവർക്കുണ്ടാവും. പിന്നെ ഇവർ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു വളരെ വാഹനമൊക്കെ സംബന്ധിച്ച് ദോഷകരമായ സമയമാണ്. പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നതിൽ പ്രത്യേകം സൂക്ഷിക്കുക. അമിതമായ സ്പീഡുകൾ ഒഴിവാക്കുക. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും എത്തേണ്ടതുണ്ടെങ്കിൽ പോലും സ്വല്പം നേരത്തെയൊക്കെ ഇറങ്ങി ഈ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ആശുപത്രിവാസ യോഗം ഉള്ള യോഗം ഇതാണ്, സമയമാണ്. വളരെ ശ്രദ്ധിക്കുക. സമയം മോശമാണെന്ന് തന്നെ കരുതുക. ഇതിന് പരിഹാരമായിട്ട് ശിവങ്കല് പക്കപ്പിറന്നാൾ തോറും ധാര കഴിക്കുക. അതുപോലെ 108 കൂവളത്തില മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക. അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ തൃക്കൈവെണ്ണ, തിരുമുടിമാല, പാൽപ്പായസം ഇവ പക്കപ്പിറന്നാൾ തോറും കഴിക്കുക. നിങ്ങളുടെ ഒരു പരിധിവരെ നിങ്ങളുടെ ഈ കുറേ ദോഷകാലങ്ങളൊക്കെ ഇതിൽ നിന്നും മാറ്റപ്പെടും. പിന്നെ വേറൊരു കാര്യം സൂചിപ്പിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ 2 തിരിയിട്ട വിളക്ക് വേണം കത്തിക്കാൻ. ഒരു തിരിയിട്ട വിളക്ക് ഒരിക്കലും കത്തിക്കരുത്. ഏകവർത്തിർ മഹാവ്യാധി ദ്വിവർത്തിസ്തു മഹത്തനം എന്നാണ് പറഞ്ഞത്. ഒറ്റ തിരിയിട്ട വിളക്ക് കത്തിച്ചാൽ രോഗം ആറ്റൊഴിയില്ല. 2 തിരിയിട്ട് കത്തിച്ചാൽ വീട്ടിൽ ധനം കുന്നുകൂടും. പിന്നെ വേറൊരു കാര്യം, വിളക്കെണ്ണ ഉപേക്ഷിക്കുക. നല്ല എള്ളെണ്ണ മാത്രം വീട്ടിൽ നിലവിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുക. നമസ്തേ.